പുത്തൻവേലിക്കര പഞ്ചായത്തിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ കണക്കൻകടവ് പുഴയിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനായി നിർമ്മിക്കുന്ന മണൽ ബണ്ട് നിർമ്മാണം പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചു. ടാങ്കറുകളിൽ കുടിവെള്ളം നൽകുന്നത് തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഉപ്പുവെള്ള ഭീഷണി മൂലം പ്രദേശത്തെ ജലവിതരണം സ്തംഭിച്ച വാർത്ത മീഡിയ ടൈമാണ് പുറം ലോകത്തെ അറിയിച്ചത്. പെരിയാറിൽ നിന്നും ഓരുജലം ചാലക്കുടി പുഴയിലേക്ക് കയറാതിരിക്കാൻ എളന്തിക്കരയെയും കോഴിത്തുരുത്തിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള മണൽ ബണ്ട് നിർമ്മാണമാണ് പൂർത്തിയായത്. ബണ്ട് നിർമ്മാണം നേരത്തെ ആരംഭിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ 2 ആഴ്ച മുൻപുണ്ടായ ശക്തിയായ മഴയെ തുടർന്ന് പെരിങ്ങൽകുത്ത് ഡാം തുറന്നതും വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ചതും മൂലം നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നു. ബണ്ടിന്റെ നിർമ്മാണ ചുമതലയുള്ള മെക്കാനിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അനുമതി ലഭ്യമായാൽ പെരിങ്ങൽകുത്ത് ഡാമിന്റെ ചുമതലയുള്ള എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട ശേഷം ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം ഒഴുക്കിവിട്ട ശേഷം ഇവിടത്തെ ഉപ്പുവെള്ളത്തിന്റെ കാഠിന്യം കുറയ്ക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. അതുവരെ തുരുത്തിപ്പുറം വള്ളാട്ടുതറ ഭാഗങ്ങളിൽ ചാത്തേടം ഭാഗത്തു നിന്നും താൽക്കാലികമായി വെള്ളം നൽകുന്നതും മറ്റുള്ള സ്ഥലങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം നൽകുന്നത് തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് അറിയിച്ചു. ഇറിഗേഷൻ വകുപ്പ് മെക്കാനിക്കൽ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോക് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃഷ്ണകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജോ ഫ്രാങ്ക് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് കഴിഞ്ഞ 5 ദിവസമായി രാത്രിയിലും പകലുമായി നിന്ന് മണൽ ബണ്ടിന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുവാൻ നേതൃത്വം നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഉപ്പുവെള്ള ഭീഷണി മൂലം പ്രദേശത്തെ ജലവിതരണം സ്തംഭിച്ച വാർത്ത മീഡിയ ടൈമാണ് പുറം ലോകത്തെ അറിയിച്ചത്. പമ്പിംഗ് തുടരുന്നതുവരെ നടത്തിവരുന്ന സത്യാഗ്രഹ സമരം തുടരുമെന്ന് കുടിവെള്ള ജനജാഗ്രതാ സമിതി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, പുത്തൻവേലിക്കര.